ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോണത് 32 ഇഞ്ചിൻ്റെ ഇംപെക്സിൻ്റെ ഒരു LED TV ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഇല്ല, സൗണ്ട് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഈ ഒരു കംപ്ലൈൻറ്റ് ഈ ഇംപെക്സിൽ വരുന്ന ഈ ഒരു പാനൽ സാംസങ്ങിൻ്റെ പാനലാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ടിപ്പിക്കലായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ്. ഇത് രണ്ടെണ്ണം ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം കംപ്ലൈൻ്റ് ആയിരുന്നു. നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നൊരു വളരെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അധികം ഇതൊന്നുമില്ല. ഇത് കൂടുതലായിട്ട് ടെക്നീഷ്യന്മാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ചെയ്യുന്നുണ്ട്. അവർക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ വിശദീകരിച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CRTന്ന് അപ്ഗ്രേഡായിട്ട് വരുന്ന ആൾക്കാർക്ക് സഹായകമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വിശദമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒഴിവാക്കണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്നൊരു തുടക്കക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ പറയുക. എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ അത് തിരുത്താം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇമ്പോർട്ടൻസ് സിമ്പിൾ ട്രിക്സുകൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് നമുക്ക് കാണാം. TV സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാണ്. നോക്കിയോ, സ്റ്റാൻഡ് ബൈ റിലീസായി. ഇതാ ബ്ലൂ ഷെയ്ഡ് പോലെ ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ. പാനലിലൊന്നും കാണുന്നില്ല, ലോഗോ വരുന്നില്ല. അതാണ് സ്ഥിതി. സൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് സ്റ്റാൻഡ് ബൈയിലല്ലേ ഓൺ ചെയ്യും. സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്യും. ഓണാകട്ടെ. ഇങ്ങനെ ലാസ്റ്റ് വോൾട്ടേജ് അവിടെ എത്രയുണ്ട്? 12 വോൾട്ട്. 12 വോൾട്ട്. ഫ്യൂസ് കഴിഞ്ഞിട്ട് 12 വോൾട്ട്. നമുക്ക് നോക്കേണ്ടത് കോയിലിൻ്റെ അവിടെ അല്ലേ LVDS വരണ്ടെന്ന് പറഞ്ഞു. LVDS ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. LVDS 15 വോൾട്ട് ഇവിടെ വരണം. ടച്ച് പോയിന്റ് അത് 5 വോൾട്ടേ വരണുള്ളൂ. 5 വോൾട്ട് ബൂസ്റ്റിംഗ് ഇല്ല. അതുപോലെ തന്നെ പിന്നെ എന്ത് 1.8 അതിൻ്റെ കോർ വോൾട്ടാണിത്. .7 വരുന്നുണ്ടല്ലോ. 1.8 1.7. ഇനി 3.3 വരുന്നുണ്ട്. പക്ഷേ വിയോൺ പോയിന്റിൽ വിയോ എന്ന് പറഞ്ഞാൽ വികോമാണോ? അല്ലല്ല, വിയോൺ എന്ന് പറഞ്ഞാൽ VGH. അങ്ങനെ VGH എന്നും പറയും. VGH വിയോണൊക്കെ ഒന്ന് തന്നെ. വി ഓഫ്
വി എല്ലൊക്കെ ഒന്ന് തന്നെ, വി ഓഫും വി എല്ലും ഒന്ന് തന്നെ, വി ഓൺ വി ജി എച്ച് ഒന്ന് തന്നെ. ഈ വി ഓൺ പോയിന്റിൽ വരുന്നില്ല, കണ്ട വോൾട്ടേജ് ഇല്ല, വി ജി എല്ലില്ല. അതായത് DC to DC IC വർക്ക് ചെയ്യണില്ല. ആകെ നമുക്ക് കിട്ടുന്ന വോൾട്ട് അതിൽ നിന്ന് വരുന്നത് 1.8ഉം 3.3ഉം ഇതിൽ നിന്ന് വരുന്നുണ്ട് ഓൾറെഡി. ഇത് പ്രോഗ്രാമബിൾ ആണ് IC, സാധാ അല്ല അത്, പ്രോഗ്രാമബിൾ IC ആണ്. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ ടൈമിംഗ് കൺട്രോൾ IC ഇല്ല ഇതിന്. ഇത് LVDS ത്രൂ ആണ്. LVDS ഇവിടെ കണ്ട ഒരു ഫിൽറ്റർ കൊടുത്തിട്ട് ത്രൂ സോഴ്സ് കോഫിലേക്ക് പോവാം. കണ്ടാ ഇവിടെ പോകുന്നുണ്ട്. പിന്നെ CKV കംപ്ലീറ്റ് CKV 1ഉം 2ഉം ഒക്കെ ഇതിലാണ് പോണത്, ഈ ICന്നാണ് പോണത്. കാരണം നമുക്ക് എക്സ്റ്റേണൽ ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് DC കൊടുക്കാൻ പറ്റില്ല. എക്സ്റ്റേണലായിട്ട് നമുക്ക് ജമ്പർ ഇട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിൽ ലെവൽ ഷിഫ്റ്ററും CKV ഈ പറഞ്ഞ എല്ലാ വോൾട്ടേജുകളും ഇതാണ് പ്രോഗ്രാമുകളാണ്, ഫുൾ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇനി സ്റ്റാൻഡ് ബൈ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന ടൈമിൽ എത്ര വന്ന് പോകണ്ടെന്ന് നോക്കാം. ഞാൻ പറയുമ്പോൾ ഓൺ ചെയ്യാം കേട്ടോ. VGH വെക്കുക, അത് വി ഓൺ പോയിന്റിൽ വെക്കുക. വി ഓൺ പോയിന്റിൽ പ്രോബ് വെച്ചിട്ട് ഓൺ ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് നോക്കുക. ഓൺ ചെയ്യും, റിലീസായ വെയിറ്റ് 6 വോൾട്ട് ഒന്ന് പോകുന്നുണ്ട്. +6 വി ഓൺ അല്ല, 6 വോൾട്ട് വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വി ഓണിൽ 6 വോൾട്ട് വന്ന് പോണതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ DC IC ബൂസ്റ്റിംഗ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന വോൾട്ടേജിൻ്റെ സെക്ഷനിൽ എവിടെ ഷോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് പ്രൊട്ടക്ഷനിലേക്ക് പോണത്. എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ വി ഓണിലോ AVDDയിലോ അല്ലെങ്കിൽ VGL അല്ലെങ്കിൽ വി ഓഫിൽ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് DC IC പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകും. ഇത് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. VGHO VLO തമ്മിൽ CKV ലൈൻ ഷോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ CKVന് നമ്മൾ കട്ട് ചെയ്യും. ഈ എഴുതിയേക്കുന്നതാണ് ഈ ടെസ്റ്റ് പോയിന്റിൻ്റെ മാർക്കിങ്. ഇതിൻ്റെ മാർക്കിംഗ് ഈ കാണുന്നത്, ഈ എഴുതിയേക്കുന്ന ലെറ്ററിൻ്റെ മാർക്കിങ്. ആ പോയിന്റ് കുത്തുകുത്തുകൾ ഇതിൽ നമുക്ക് കാണാം 1 2 3 4 CKV 1ഉം CKV 2ഉം ആണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ എണ്ണി നോക്കുമ്പോൾ 1 2 3 4 1 2 3 4 CKV 1ഉം CKV 2ഉം ആണ്. അല്ല, അതിനെ കട്ട് ചെയ്യണം, ഷോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വോൾട്ടേജ് വരുന്നത് നോക്കുക, ഈ സൈഡ് കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ സെയിം വരുന്നുണ്ട്, അത് കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്തിട്ട് നോക്കാം. അങ്ങനെയാണ് കട്ടിങ് അല്ലേ. പിന്നെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ട്രാക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ കൃത്യമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ ലെൻസോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഒരു ലെൻസോ അല്ലെങ്കിൽ മാഗ്നിഫയറോ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് മടുത്തു പോകും. കാരണം സ്ട്രെയിൻ കൂടുതലാണ്. ട്രാക്ക് ഈ SMD കമ്പോണൻറ്റും മൈക്രോ ചിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ട്രാക്കൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്കത് നഗ്നനേത്രം കൊണ്ട് ഇത് കണ്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു മാഗ്നിഫയർ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം. കാരണം വെച്ചാൽ ഡിജിറ്റൽ മൈക്രോസ്കോപ്പുകളൊക്കെ ഓൺലൈനിലുണ്ട്, കോസ്റ്റ്ലി ആയിരിക്കും. അതിൽ ചെയ്യണമെങ്കിലും കുറച്ച് പ്രാക്ടീസൊക്കെ വരണം. കാരണം അതിൽ നോക്കിക്കൊണ്ട് പൊസിഷൻ വേറെ ആയിരിക്കും, വ്യൂ വേറെ സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാഗ്നിഫയറാണ് ഇത്. ഹെഡിൽ വെക്കുന്നതാണ്, അതിൽ തലയിൽ വെച്ചിട്ട് നമുക്കതിൽ ഹെഡ് ലൈറ്റും ഉണ്ട്, ലൈറ്റും ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓരോരുത്തരുടെയും കണ്ണിൻ്റെ പോയിൻ്റ് അനുസരിച്ചും ഇത് അതിന് ലെൻസുകൾ മാറ്റിയിടാം. അതുപോലെ തന്നെ ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കണ്ണിൽ നിന്നുള്ളത് കൊണ്ട്, ദൂരം ഇതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ആ കണ്ണട വെച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഈ ഒരു ലെൻസ് ഇല്ലാതെ നിങ്ങൾ ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, തലവേദന എടുക്കും തുടക്കത്തിലൊക്കെ. അതുപോലെ തന്നെ ട്രാക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രിൻ്റ് മാറി കട്ടാവാം.
അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രിൻ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അതേപോലെ തന്നെ സോൾഡർ ചെയ്യേണ്ടി വരും. ശരിയായില്ലെങ്കിൽ അട്ടിപ്പുറത്തൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കട്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട ട്രാക്കുകളുണ്ട്. ഓൾറെഡി സോൾഡർ ചെയ്യലെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള വയറൊക്കെ ഇട്ട് സോൾഡർ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെൻസ് ഈ ഒരു മാഗ്നിഫയർ നമ്മൾ വാങ്ങണം എന്തായാലും. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. ഇതിൻ്റെ വിലയെല്ലാം സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിൽ ഈ സാധനം ഉണ്ട്. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് റിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരുപാട് പാനൽ ടീകോൺ ബോർഡിലൊക്കെ റിപ്പയറിങ്ങിന് ഏറ്റവും കൂടുതൽ കട്ടിങ്ങും അതുപോലെ തന്നെ പാനലിലെ സൈഡ് കോഫിലേക്കുള്ള VGH VGL മിസ്സിംഗ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനൊക്കെ വരുന്നത്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോസിൽ ഞാൻ ഇതെല്ലാം വിശദമായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഇട്ട് തരുന്നതാണ്. കട്ട് ചെയ്യേണ്ട ട്രാക്ക് നമുക്ക് ആനിമേഷനിൽ കാണാം. അതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഇൻ കേസ് ഈ സൈഡ് കട്ട് ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്തിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലെ CKV ഇവിടുന്ന് കണ്ടിന്യൂറ്റി മീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ട്രാക്ക് അതിനെ നമ്മൾ താഴേന്ന് കട്ട് ചെയ്യുക. ഹോളിൻ്റെ താഴേന്ന് കട്ട് ചെയ്യുക. ഈ സൈഡില്ല, നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഏതായിരുന്നു CKV 1 ഉം 2 കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ പിക്ചർ വേറെ ഇടാൻ നമുക്ക്. ഇനി ഒന്ന് സ്റ്റാൻഡ് ബൈ ഒന്ന് ഓൺ ചെയ്ത് ഞാൻ വിയോണിൽ വെക്കട്ടെ കേട്ടോ. വിയോണിൽ പ്രോബ് വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്താൽ സ്റ്റാൻഡ് ബൈ ഓൺ. 38 വോൾട്ട് വന്നിട്ടുണ്ട്. 38 വന്ന എൻ്റെ കൈ 8 വന്ന എൻ്റെ കൈ പ്രോബിൽ ടച്ചായിരുന്നു. അതാണ് പ്രോബിലേ. ഇപ്പോൾ സ്ക്രീനിൽ നോക്കാം ഏതാ സ്ഥിതി നോക്കിയേട്ടാ. നമ്മൾ 2 എണ്ണം ഇത് ശരിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഇതിന് മുമ്പ്. ഇതാ മാസം കണ്ട ഓക്കെ അല്ലേ. നമ്മൾ പാനൽ CKV ഷോർട്ടിങ് റിമൂവൽ ഓക്കെ.